അല്ലാഹു തആല മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, അസ്റായീലിനോട് അല്ലാഹു തആല ചോദിച്ചു, അസ്റായീലെ ലോകത്ത് കോടിക്കണക്കിന് ആളുകളുടെ റൂഹ് നിങ്ങൾ പിടിച്ചില്ലേ? ആരുടെയെങ്കിലും റൂഹ് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല വിഷമം തോന്നിയിട്ടുണ്ടോ ചോദിച്ചു. യാ റബ്ബി യാ അല്ലാഹ് അൻത റബ്ബുൽ ആലമീൻ അൻത അർഹമുർ റഹീമീൻ. പടച്ചവരെ, നീ കൽപ്പിക്കുന്നത് ചെയ്യുക, അതാണല്ലോ എൻ്റെ പണി. എനിക്കെന്ത് വിഷമമാണുള്ളത്? എന്നാലും എൻ്റെ അസ്റായീലേ, ആരുടെയെങ്കിലും റൂഹ് പിടിക്കുമ്പോൾ ഒരു വിഷമം തോന്നിയോ? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, രണ്ടാളെ പിടിക്കുമ്പോൾ, രണ്ടാളെ റൂഹ് പിടിച്ചപ്പോൾ വലിയ വിഷമം തോന്നി അല്ലാഹ്. ഒന്നാരാ ചോദിച്ചപ്പോൾ അസ്റായീൽ വിവരിച്ചു കൊടുക്കുകയാണ്. ഒരു ഉമ്മ ചോരക്കുഞ്ഞിനെയും ചുമന്നിട്ട്, പ്രസവിച്ചിട്ട് മാസങ്ങളായിട്ടുള്ളൂ, ചോരക്കുഞ്ഞിനെയും ചുമന്ന് സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഏത് രൂപത്തിൽ? കപ്പലിലോ മറ്റോ. കേടുപാട് പിടിപെട്ടു, സമുദ്രത്തിലേക്ക് വീണു. ആ ഉമ്മ ചെയ്യുന്നത്, പടച്ചവരെ, ഞാനങ്ങ് മരിച്ചാലും എൻ്റെ കുട്ടി ഒരു തുള്ളി വെള്ളം കുടിച്ച് പിടയേണ്ടി വരരുത്. ആ ഉമ്മ ഒരു കൈ കൊണ്ട് തുഴയുമ്പോൾ രണ്ടാമത്തെ കൈ കൊണ്ട് കുഞ്ഞിനെ പൊക്കുകയാണ്. അതാണ് ഉമ്മ. അവിടെയാണ് ഉമ്മയുടെ നിലവാരം അറിയുക. ഞാൻ പിടയുന്ന സക്കറാത്തിൻ്റെ മരണം കൺമുമ്പിൽ കാണുമ്പോഴും ഒരു കൈ കൊണ്ടിങ്ങനെ തുടങ്ങിട്ട് ആ ഉമ്മ കുഞ്ഞിനങ്ങനെ പൊക്കി. എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വീഴരുത്, എൻ്റെ കുഞ്ഞ് മുങ്ങി മരിക്കരുത്, വെള്ളം കുടിച്ചു മരിക്കരുത്. ആ സമയം അല്ലാഹു കൽപ്പിച്ചു, അസ്റായീൽ, ആ ഉമ്മയുടെ റൂഹ് പിടിക്കണം. പടച്ചവനെ, അപ്പം എനിക്കൊരു വിഷമം തോന്നി. ഈ ഉമ്മയുടെ റൂഹിനെ പിടിച്ചാൽ കുഞ്ഞിൻ്റെ ഈ കുട്ടിയുടെയും റൂഹ് പിടിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഉമ്മാൻ്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞതുമില്ല. അപ്പം ഞാൻ ചിന്തിച്ചു, പടച്ചവനെ, ഇക്കുട്ടിയെ ഞാൻ ആര് വളർത്തും? ആര് മുലപ്പാൽ കൊടുക്കും? എവിടെ പോയി കുട്ടി വളരും? അപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നു, എൻ്റെ അസ്റായീലേ, രണ്ടാമത്തെ വ്യക്തി ആരാണ്? രണ്ടാമത് ആരുടെ റൂഹ് പിടിക്കുമ്പോഴാണ് വിഷമം തോന്നിയത്? ശദ്ദാദ് എന്ന ഒരു വലിയ സമ്പന്നനുണ്ട്. 1000-ഓളം ഇന്ത്യ വലിയ ആളുകളെ വിളിച്ചു വരുത്തി, 1000-ൽ പരം ജോലിക്കാരെയും വിളിച്ചു വരുത്തി, 300-ൽ പരം വർഷത്തോളം ഒരു കൊട്ടാരമുണ്ടാക്കിയ ശദ്ദാദുണ്ടല്ലോ, അവൻ വലിയൊരു കൊട്ടാരമുണ്ടാക്കി. ആ സമയത്താണ് നബിയുല്ലാഹി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നല്ലാഹ ഖലഖൽ ജന്നത ലിമൻ അതാഅ വലൗ കാന അബ്ദൻ ഹബശിയാ വഖലഖൻ നാറ ലിമൻ അസാ വലൗ കാന ഹുറൽ ഖുറശിയാ. സ്വർഗത്തിൻ്റെ മഹിമകൾ, സ്വർഗത്തിൽ എന്തെല്ലാമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള ആളുകൾ സ്വർഗത്തിൻ്റെ മഹിമളങ്ങനെ വിവരിക്കുമ്പോൾ ശദ്ദാദ് ചോദിച്ചു, ആ സ്വർഗം എന്നെപ്പോലത്തെ മുതലാളിമാർക്ക് മാത്രമാണോ? അതെൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാർക്ക് സ്വർഗമുണ്ടോ? സ്വർഗത്തിൻ്റെ മഹിമ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാക്കത് ലിപ്പടം തിന്നാനും, പണമില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ്ത മന്നാനെ, അത് നിന്റെ വക്കൽ മാത്രമാഹന്നാനെ. സംഭവം അർത്ഥമുള്ള വരികളാണ്. ആ സ്വർഗത്തിൽ പലതുമുണ്ട്. ഫീഹാ ഐനുൻ ജാരിയ ഫീഹിമാ ഐനാനി തജ്രിയാൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. എന്തൊക്കെയാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്? ആ സ്വർഗത്തിൻ്റെ മഹിമ പറയുമ്പോൾ അല്ലാഹു തആല
വിവരിക്കുന്ന ആയത്തുകൾ, ഖുർആനായത്തിൻ്റെ വ്യാഖ്യാനങ്ങളും അവസ്ഥകളും വിവരിക്കുമ്പോൾ ഈ ശദ്ദാദി എന്ന മുതലാളിയുടെ ചോദ്യം, യാ അല്ലയോ നബിയേ, യാ നബിയല്ലാഹി നൂഹ്, അല്ലയോ നബിയേ, ഇത് എന്നെ പോലോത്ത മുതലാളിമാര് കിടക്കാനാണോ അതോ തൊഴിലാളിമാരുണ്ടോ? ആ സമയം നൂഹ് നബി അലൈഹിസ്സലാമിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, മനുഷ്യ, അല്ലയോ ശദ്ദാദ്, ഇന്നല്ലാഹ ഖലഖൽ ജന്ന വലൗ കാന അബ്ദൻ ഹബ്ശിയാ. അല്ലാഹു തആല സ്വർഗ്ഗത്തെ പടച്ചിട്ടുള്ളത് അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്ന പടച്ച റബ്ബിനെ മറക്കാത്തവർക്കാണ്. അത് നീഗ്രോ വർഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി. ലിമൻ അസാ, അല്ലാഹു തആല നരകത്തെ പടച്ചിട്ടുള്ളത് അവനെ ധിക്കരിക്കുന്ന ആളുകൾക്കാണ്. വലൂകാന ഹുറൻ ഖുറശിയ, എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും ശരി, തറവാടിന്റെ മഹിമ പറയുന്നവരാണെങ്കിലും ശരി. ഇത് പറഞ്ഞപ്പോ ശദ്ദാദ് പറഞ്ഞു, നബിയേ, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന, അടുക്കളയിൽ ജോലി ചെയ്യുന്ന വേലക്കാരികളും എൻ്റെ പോലെ സ്വർഗത്തിൽ കിടക്കേ. ആ സ്വർഗം എനിക്ക് വേണ്ട, ആ സ്വർഗം എനിക്ക് വേണ്ട. നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ പറഞ്ഞ അതിരുണ്ട മുന്തിരി തോട്ടവും റുമ്മാൻ എല്ലാം അടങ്ങുന്നൊരു സ്വർഗം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. ശദ്ദാദ് ചില മുതലാളിമാരുടെ ധിക്കാരം കാണാറില്ലേ? ചില ആളുകളുടെ ധിക്കാര വാക്കുകൾ കേൾക്കാറില്ലേ? അവനൊക്കെ അള്ള പൊരിച്ചിട്ടേ മരിപ്പിക്കുന്ന ദീനുമായുള്ള ധിക്കാരം. ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടാലും ധിക്കാരം കാണിക്കരുത്. എത്ര പാവപ്പെട്ടവരാണെങ്കിലും പടത്തിന്റെ പ്രസരിപ്പ് അവിടെ കാണിക്കരുത്. മിനിറ്റുകളെ കൊണ്ട് അല്ലാഹു അവനെ മൂത്രത്തിൽ കടത്തിയേക്കാമെന്നാണ്. ശദ്ദാദ് 300-ൽ പരം വർഷം പിടിച്ചു. അങ്ങനെ 10,000-കണക്കിന് തൊഴിലാളിമാരെ കൊണ്ടുവന്ന് എത്ര വലിയ സ്വർഗീയ ലോകം, സ്വർഗത്തിന്റെ മഹിമകളെ പോലെ അതിൽ പുടയുണ്ട്, എല്ലാമുണ്ട്, ഹൂറുലീങ്ങളെന്ന് പറഞ്ഞ് നിവർത്തിയിട്ടുണ്ട്. എല്ലാ നിലക്കുമുള്ള 300ഓളം വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സ്വർഗം. ആ സ്വർഗം രാജാക്കന്മാരെ ക്ഷണിച്ചു, ഭരണാധികാരികളെ, രാഷ്ട്രീയക്കാരെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം ശദ്ദാദി എന്ന മനുഷ്യൻ എല്ലാ പ്രമാണിമാർ മൊത്തമുണ്ട്. ശദ്ദാദ് അങ്ങനെ നടക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ കാലങ്ങെടുത്ത് വെക്കുമ്പോൾ, യാ അസ്രായീൽ, പിടിക്കണം അവന്റെ റൂഹിനെ. അപ്പ അസ്രായീൽ പറഞ്ഞു, പടച്ചവനെ, അപ്പ എനിക്കൊരു വിഷമം തോന്നി അല്ലാ, അവനെ വിടൂല, നിനക്ക് പകരം സ്വർഗം ഉണ്ടാക്കിയ ആളാ. പക്ഷെ എന്നാലും ഒരു സ്റ്റെപ്പ്, ഒരു റൂമെങ്കിലും കണ്ടിട്ട് പിടിക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെച്ചപ്പോൾ ഈ ഭരണാധികാരികളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത്രയും കൊല്ലം അധ്വാനിച്ചവൻ്റെ റൂഹ് പിടിക്കാൻ പറഞ്ഞപ്പോൾ ഒരു വിഷമം. അല്ലാഹു പറയുന്നു, ഓ എൻ്റെ നാട്ടുകാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, അല്ലാഹു പറയുന്നു, എൻ്റെ അസ്രായീൽ ആരാണ് ആ ശദ്ദാദെന്നറിയുമോ? ലാ യാ റബ്ബൽ ആലമീൻ, എനിക്കറിയൂല അല്ലാ. അല്ലാഹു പറഞ്ഞു, എൻ്റെ അസ്രായീലേ, പണ്ട് സമുദ്രത്തിലൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പലിന് കേടുപാട് പറ്റി ഒരു ഉമ്മ സമുദ്രത്തിലേക്ക് വീണപ്പോൾ ആ ഉമ്മാൻ്റെ കയ്യിലൊരു ചോരക്കുഞ്ഞ്. ആ സമയം ഞാൻ നിങ്ങളോട് ഉമ്മയുടെ റൂഹ് പിടിക്കാൻ പറഞ്ഞപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞില്ല, റബ്ബേ, ഈ ഉമ്മാന്റെ റൂഹ് പിടിച്ചാൽ ഈ ചോര പൈതലിന് ആര് മുലപ്പാല് കൊടുക്കും? ആരാണ് ഈ കുട്ടിയെ വളർത്തുക എന്നുള്ളത്? എന്നാൽ അസ്രായീൽ ആ ചോരക്കുഞ്ഞാൻ ഈ കാണുന്ന ശദ്ദാദ് അവനാണ്. ഞാൻ അവനെ മത്സ്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മത്സ്യം കരയിൽ കൊണ്ടുപോയി അവിടെ പല ആളുകൾ മുഖേനയും ഞാൻ അവനെ വളർത്തി നല്ലൊരു ബിസിനസ്സുകാരനാക്കി, ഒരു നല്ല മുതലാളിയുമാക്കി, ഒരു നല്ല സമ്പന്നനുമാക്കി. അവസാനം എനിക്ക് പകരം സ്വർഗമുണ്ടാക്കാൻ
വാശി പിടിച്ചവനാണ്. ചില ആളുകളുണ്ടല്ലോ, ഒരു പഞ്ചായത്ത് മെമ്പറാകുമ്പോഴേക്കും ഖാലിഖായ റബ്ബിനെ മറന്ന്, പടച്ച റബ്ബിനെ മറന്ന്, ദീനിനെ മറന്നിട്ട് എന്തും ചെയ്യാൻ വഴിയൊരുക്കുന്ന മെമ്പർമാരെ കാണാറില്ലേ? അവരെയൊക്കെ അല്ലാഹു വെറുതെ വിടുമോ? പിടിക്കേണ്ട സമയത്ത് പിടിക്കൂലേ? നോക്കൂ നിങ്ങൾ, എൻ്റെ അസ്രായീൽ ആ നിലക്ക് ആരുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ അവനെ വളർത്തി ബുദ്ധി കൊടുത്ത് ഒരു നല്ല സമ്പന്നനാക്കിയിട്ട് അവസാനം എനിക്കവൽ പകരമായി സ്വർഗമുണ്ടാക്കിയ ധിക്കാരിയാൻ, അക്രമിയാൻ, നന്ദി കെട്ടവനാൻ. പിടിക്കൂ അസ്രായീൽ, അവനെ വെറുതെ വിട്ടുപോകരുത്. എത്ര ആളുകൾ സാക്ഷിയുണ്ട്. ഇത് പഴയ കാലത്ത് ശദ്ദാദിനെ കുറിച്ച് പറയും.